നമസ്കാരം, വെൽക്കം ടു സി കോർണർ. അപ്പോൾ തമിഴ്നയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും ആപ്പിൾ സൈഡർ വിനീഗർ ഉപയോഗിച്ച് എങ്ങനെയാണ് നമ്മൾ നമ്മുടെ തടി കുറയ്ക്കുന്നത് എന്നുള്ളതിനെ പറ്റിയുള്ള വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ചാനലിൽ കുറച്ച് ദിവസം മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ആപ്പിൾ സൈഡർ വിനീഗർ ഉപയോഗിച്ച് എങ്ങനെയാണ് നമ്മുടെ തലയിൽ താരൻ മാറുന്നതെന്ന്. അപ്പൊ ഞാൻ അതിനിടയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആപ്പിൾ സൈഡർ വിനീഗർ ഉപയോഗിച്ച് നമ്മുടെ തടി കുറയ്ക്കാൻ പറ്റുമെന്ന്. അപ്പോൾ ഒരുപാട് ആളുകൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് എന്നോട് ചോദിച്ചു, എന്താണ് ആപ്പിൾ സൈഡർ വിനീഗർ, എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നത്, എങ്ങനെയാണ് തടി കുറയ്ക്കാനായിട്ട് വർക്ക് ചെയ്യുന്നത് എന്നൊക്കെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു നമ്മൾ ഉടനെ തന്നെ അത് ചെയ്യാം, കൂടുതൽ വെയിറ്റ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ആപ്പിൾ സൈഡർ വിനീഗറിനെ കുറിച്ചുള്ളതാണ്. എന്റെ പരിമിതമായ അറിവ് വെച്ച് ഞാൻ ആപ്പിൾ സൈഡർ വിനീഗറിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് ആപ്പിൾ സൈഡർ വിനീഗർ? ആപ്പിൾ സൈഡർ വിനീഗർ എന്ന് പറയുന്നത് ആപ്പിളിൽ നിന്നുണ്ടാക്കുന്ന ഒരു വീക്ക് ആയിട്ടുള്ള വിനീഗർ ആണ്. അതുപോലെ തന്നെ ഇതിന് സ്ട്രോങ് ആസിഡിന്റെ ഗുണങ്ങൾ ഉണ്ടായിരിക്കും. ഈ ആപ്പിൾ സൈഡർ വിനീഗർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ചോദിച്ചാൽ, ഞാൻ മുന്നേ പറഞ്ഞു ഇത് ആപ്പിളിന്റെ സൊല്യൂഷനകത്ത് നിന്നാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ആപ്പിളിന്റെ സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് നമ്മൾ ഈസ്റ്റ് ഇട്ട് ഫെർമെന്റേഷൻ നടത്തും. അങ്ങനെ ഫെർമെന്റേഷൻ നടത്തുമ്പോൾ ആ ആപ്പിളിനകത്തുള്ള ഷുഗർ കണ്ടന്റ് എല്ലാം ആൽക്കഹോൾ ആയിട്ട് കൺവേർട്ട് ചെയ്യും. വീണ്ടും നമ്മൾ ഈ ആൽക്കഹോളിനെ ഫെർമെന്റേഷൻ വഴി വിനെഗർ ആക്കി കൺവേർട്ട് ചെയ്യും. ഇങ്ങനെയാണ് നമ്മൾ ആപ്പിൾ സൈഡർ വിനീഗർ പ്രിപ്പയർ ചെയ്യുന്നത്. കണ്ടന്റ് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ യാതൊരുവിധ വൈറ്റമിൻസ് നമുക്ക് കിട്ടത്തില്ല. ഇതിനകത്ത് ആകെയുള്ളത് കുറച്ച് പൊട്ടാഷ്യം മാത്രമാണ്. അതുപോലെ തന്നെ ഇതിലുള്ളത് അസറ്റിക് ആസിഡ്, അതായത് നമ്മുടെ വിനെഗറും കുറച്ച് നല്ല ബാക്ടീരിയാസ്, നമ്മുടെ ബോഡിക്ക് വേണ്ട കുറച്ച് നല്ല ബാക്ടീരിയാസുമാണ് ഈ ആപ്പിൾ സൈഡർ വിനീഗറിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് ആപ്പിൾ സൈഡർ വിനീഗറിന്റെ ബെനിഫിറ്റ്സ് നോക്കാം. ആദ്യത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇത് നമുക്ക് തടി കുറയ്ക്കാനായിട്ട് സഹായിക്കും, അതായത് നമ്മുടെ വണ്ണം കുറയും. എങ്ങനെയാണ് വണ്ണം കുറയാൻ സഹായിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ആപ്പിൾ സൈഡർ വിനീഗർ നമ്മൾ ഫുഡ് കഴിക്കുന്നതിന് മുന്നേ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വയർ എപ്പോഴും ഫില്ലായ പോലെ, നമ്മുടെ വയർ നിറഞ്ഞിരിക്കുന്ന പോലെ ഒരു ഫീലിങ്സ് ആണ് നമുക്ക് ഉണ്ടാകുന്നത്. അപ്പൊ നമ്മൾ ഒബിയസ്ലി നമ്മൾ കഴിക്കുന്ന ഫുഡിന്റെ അളവ് കുറയും, അങ്ങനെ നമ്മുടെ തടി കുറയും. ഇനി രണ്ടാമത്തെ കാര്യം, ഈ ആപ്പിൾ സൈഡർ വിനീഗർ നമ്മുടെ ശരീരത്തിലെ കൊളസ്ട്രോൾ കുറയുന്നതിന് നല്ലൊരു മെഡിസിൻ ആണ്. അപ്പൊ അങ്ങനെ കൊളസ്ട്രോൾ കുറയുമ്പോഴും നമ്മുടെ തടി കുറയില്ല. അങ്ങനെ രണ്ട് രീതിയിലാണ് ഈ ആപ്പിൾ സൈഡർ വിനീഗർ തടി കുറയാനായിട്ട് നമ്മളെ സഹായിക്കുന്നത്. ഇനി രണ്ടാമത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഡയബറ്റിക്സ് ലെവല്, അതായത് നമ്മുടെ ബ്ലഡിലെ ഷുഗറിന്റെ ലെവല് കുറയാനായിട്ട് ഈ ആപ്പിൾ സൈഡർ വിനീഗർ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ്. എങ്ങനെയാണ് ബ്ലഡ് ഷുഗർ കുറയ്ക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലുള്ള ഷുഗർ നമ്മുടെ ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്യുന്നതിനുള്ള സമയം, അതായത് ഒരുപാട് സമയം എടുത്തായിരിക്കും നമ്മുടെ ബ്ലഡ് ഷുഗർ അബ്സോർബ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവല് ആപ്പിൾ സൈഡർ വിനീഗർ കുറയ്ക്കുന്നത്. ഇനിയുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത്, നമ്മൾ ആപ്പിൾ സൈഡർ വിനീഗർ സ്ഥിരമായിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിന്റെ ഇമ്മ്യൂണിറ്റി കൂടും. പിന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഈ ആപ്പിൾ സൈഡർ വിനീഗർ ഡെയിലി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലുള്ള ഫുൾ ആയിട്ടുള്ള ന്യൂട്രീഷ്യൻസ് നമ്മുടെ ബോഡിയിലേക്ക് പെട്ടെന്ന് തന്നെ അബ്സോർബ് ചെയ്യാനായിട്ട് ഈ ആപ്പിൾ സൈഡർ വിനീഗർ നമ്മളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ആപ്പിൾ സൈഡർ വിനീഗറിന്റെ അടുത്ത ഒരു ഗുണമായിട്ട് പറയുന്നത് ഇത് കോൺസ്റ്റിപ്പേഷൻ റെഡ്യൂസ് ചെയ്യുന്നുള്ളതാണ്. ഇപ്പൊ ഓൾമോസ്റ്റ് ആളുകളും ഫോളോ ചെയ്യുന്ന ഒരു ഡയറ്റ് ആണ് കീറ്റോ ഡയറ്റ് എന്ന് പറയുന്നത്. അപ്പൊ കീറ്റോ ഡയറ്റ് ചെയ്യുന്ന ആളുകൾക്ക് ഒട്ടുമിക്കവർക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ വരുന്ന ഈ കോൺസ്റ്റിപ്പേഷൻ കുറയ്ക്കാനായിട്ട് ഈ ആപ്പിൾ സൈഡർ വിനീഗർ നല്ലതാണ്. ഈ ആപ്പിൾ സൈഡർ വിനീഗർ എന്ന് പറയുന്നത് ഒരു ബെസ്റ്റ് ബോഡി ക്ലെൻസർ ആണ്. അതായത് നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ വേസ്റ്റിനെയും വാഷ് ഓഫ് ചെയ്ത് കളയാനായിട്ട് ഈ ആപ്പിൾ സൈഡർ വിനീഗർ ബെസ്റ്റ് ആണ്. അപ്പോ ഇതൊക്കെയാണ് ആപ്പിൾ സൈഡർ വിനീഗർ കൊണ്ട് നമ്മുടെ ഹെൽത്തിന് കിട്ടുന്ന ബെനിഫിറ്റ്സ്. അപ്പോൾ ഗുണങ്ങൾ ഉള്ളതുപോലെ തന്നെ നമ്മൾ കുറച്ചധികം കാര്യങ്ങൾ ഇത് കഴിക്കുമ്പോൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ദോഷമായിട്ട് വരാനും ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് ഇത് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ആപ്പിൾ സൈഡർ വിനീഗർ ഒരിക്കലും വെറും വയറ്റിൽ കഴിക്കാൻ പാടില്ല എന്നുള്ളതാണ്. നമ്മൾ വെറും വയറ്റിൽ കഴിച്ചു കഴിഞ്ഞാൽ അസിഡിക് പ്രോബ്ലംസ് ഉണ്ടാകാനായിട്ട്, അതായത് നെഞ്ചരിച്ചില്, പുളിച്ചു തികട്ടല്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഒരിക്കലും ഇത് വെറും വയറ്റിൽ കഴിക്കരുത്. അപ്പൊ ഇത് എപ്പോഴാണ് കഴിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം കഴിക്കാം, ലഞ്ച് കഴിച്ചതിന് ശേഷം കഴിക്കാം, അതുപോലെ തന്നെ രാത്രിയിൽ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം കിടക്കുന്നതിന് മുന്നേ നമുക്കിത് കഴിച്ചിട്ട് കിടക്കാവുന്നതാണ്. പിന്നെ ഈ ആപ്പിൾ സൈഡർ വിനീഗർ ഒരു കാരണവശാലും പ്രഗ്നന്റ് ലേഡീസ് ഉപയോഗിക്കരുത്. അതുപോലെ തന്നെ പാല് കൊടുക്കുന്ന ബ്രസ്റ്റ് ഫീഡിംഗ് ആയിട്ടുള്ള അമ്മമാരും ഈ ആപ്പിൾ സൈഡർ വിനീഗർ ഒരു കാരണവശാലും കുടിക്കരുത്. പിന്നെ ഇനി പറയുന്നത്, എന്തെങ്കിലും അൾസറിന്റെ പ്രോബ്ലം ഒക്കെ ഉള്ളവർ ആപ്പിൾ സൈഡർ വിനീഗർ ഒഴിവാക്കണം. അതുപോലെ തന്നെ നമ്മൾ മുന്നേ പറഞ്ഞിരുന്നു ആപ്പിൾ സൈഡർ വിനീഗർ ഷുഗർ കുറയാൻ വേണ്ടി നല്ലതാണ്. അപ്പോൾ ഷുഗറിന് മരുന്ന് കഴിക്കുന്ന ആളുകൾ ഒരു കാരണവശാലും ഡോക്ടറിനോട് അനുവാദം ചോദിക്കാതെ
ആപ്പിൾ സൈഡർ വിനീഗർ തനിയെ കഴിക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ മരുന്നിന്റെ എഫക്റ്റും ആപ്പിൾ സൈഡർ വിനീഗറിന്റെ എഫക്റ്റും കൂടെ കാരണം ചിലപ്പോൾ നമ്മുടെ ഷുഗർ വല്ലാണ്ട് അങ്ങ് താന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരിക്കലും മരുന്നും ആപ്പിൾ സൈഡർ വിനീഗറും കൂടെ ഒരുമിച്ച് കഴിക്കരുത്. ഈ ആപ്പിൾ സൈഡർ വിനീഗർ നമ്മൾ കഴിച്ചു കഴിയുമ്പോൾ നമ്മുടെ പല്ലിനൊക്കെ കംപ്ലൈന്റ് ഉണ്ടാകും. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആപ്പിൾ സൈഡർ വിനീഗർ കുടിച്ചതിന് ശേഷം എപ്പോഴും നല്ലതുപോലെ ഒന്ന് ബ്രഷ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ മസ്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആപ്പിൾ സൈഡർ വിനീഗർ കഴിക്കുമ്പോൾ അതിനേക്കാളും 10 ഇരട്ടിയിലധികം വെള്ളം ചേർത്ത് ഡൈല്യൂട്ട് ചെയ്തിട്ട് വേണം നമ്മൾ കഴിക്കാൻ. അതായത് 1 ടീസ്പൂൺ ആപ്പിൾ സൈഡർ വിനീഗർ ആണ് എടുക്കുന്നതെങ്കിൽ 10 സ്പൂണിലധികം വെള്ളം എടുത്ത് അതിനെ ഡൈല്യൂട്ട് ചെയ്തിട്ട് മാത്രമേ നമ്മളത് ഉള്ളിലേക്ക് കഴിക്കാൻ പാടുള്ളൂ. അതായത് എപ്പോഴും ഒരു ലോ ക്വാണ്ടിറ്റിയിൽ മാത്രമേ നമ്മുടെ ഉള്ളിലേക്ക് ആപ്പിൾ സൈഡർ വിനീഗർ ചെല്ലാൻ പാടുള്ളൂ. നമുക്ക് ഇത് വണ്ണം കുറയാൻ നല്ലതാണ് എന്ന് വിചാരിച്ച് പെട്ടെന്ന് കുറയാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്പിൾ സൈഡർ വിനീഗർ ഒന്നും എടുത്ത് കഴിക്കരുതെന്നാണ് പറഞ്ഞത്. അപ്പൊ ഇതൊക്കെയാണ് എനിക്ക് ആപ്പിൾ സൈഡർ വിനീഗറിനെ കുറിച്ച് നിങ്ങൾക്ക് തരാനുള്ള ഒരു ഏകദേശ ധാരണ. കുറച്ചെങ്കിലും കാര്യങ്ങൾ മനസ്സിലായി എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ നമുക്കിനി എങ്ങനെയാണ് ആപ്പിൾ സൈഡർ വിനീഗർ ഉപയോഗിച്ച് നമുക്ക് വണ്ണം കുറയ്ക്കുവാനായിട്ടുള്ള ഡ്രിങ്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പൊ മുന്നത്തെ വീഡിയോയിൽ തന്നെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ ഉപയോഗിക്കുന്നത് ബ്രാഗ് എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഓർഗാനിക് ആയിട്ടുള്ള ആപ്പിൾ സൈഡർ വിനീഗർ ആണ്. അതുപോലെ തന്നെ ഇത് വിത്ത് ദ മദർ ആണ്. അപ്പൊ നിങ്ങൾ എപ്പോഴും പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ഈ ആപ്പിൾ സൈഡർ വിനീഗർ വിത്ത് ദ മദർ എന്ന് എഴുതിയിട്ടുള്ള ബോട്ടിൽ വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കണം. അതുപോലെ എന്നോട് ഒരാൾ ചോദിച്ചു ഇതിന്റെ കുറച്ച് ക്വാണ്ടിറ്റി, അതായത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ടുള്ള ക്വാണ്ടിറ്റി കിട്ടുമെന്ന്. അങ്ങനെ ഇത് അവൈലബിൾ ആണോ എന്ന് എനിക്ക് അറിയത്തില്ല. നമുക്ക് ഓൺലൈൻ ഷോപ്പുകളിലും അതുപോലെ തന്നെ ഹൈപ്പർ മാർക്കറ്റുകളിലും സൂപ്പർ മാർക്കറ്റുകളിലും എല്ലാം ഇപ്പോൾ ആപ്പിൾ സൈഡർ വിനീഗർ അവൈലബിൾ ആണ്. അപ്പൊ നമുക്ക് ഒട്ടും സമയം കളയാതെ നമ്മുടെ ഡ്രിങ്ക് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് വീഡിയോ കുറച്ചധികം നീണ്ടുപോയി. അപ്പൊ നമുക്ക് നോക്കാം അല്ലേ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് ആവശ്യമുള്ളത് 1 ഗ്ലാസ് വെള്ളമാണ്. ഞാൻ മുന്നേ പറഞ്ഞിരുന്നു, നമ്മൾ എത്രമാത്രം ആപ്പിൾ സൈഡർ വിനീഗർ എടുക്കുന്നോ അതിൻ്റെ 10 ഇരട്ടി വെള്ളം ഉപയോഗിച്ച് മാത്രമേ നമ്മളിത് കഴിക്കാവുള്ളൂ. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 ഗ്ലാസ് വെള്ളമാണ്. കാരണം നമ്മൾ 1 സ്പൂൺ ആപ്പിൾ സൈഡർ വിനീഗർ മാത്രമേ ഇതിനകത്തേക്ക് ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ ഇത് ഒരു ചെറിയ ചൂടുള്ള വെള്ളമാണ്. നമുക്ക് എപ്പോഴും ചെറു ചൂട് വെള്ളമാണ് നല്ലത് ആപ്പിൾ സൈഡർ വിനീഗർ മിക്സ് ചെയ്ത് കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് 1 ഗ്ലാസ് ചെറു ചൂടുള്ള വെള്ളം. ഇനി നമുക്കിതിലേക്ക് നമുക്ക് ബാക്കി ആവശ്യമുള്ള സാധനങ്ങൾ ഓരോന്നോരോന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ആദ്യം തന്നെ നമുക്ക് ആവശ്യമുള്ളത് ഒരു ചെറുനാരങ്ങയുടെ, അതായത് ഒരു പകുതി നാരങ്ങയുടെ നീരാണ്. അത് മുഴുവനൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് പിഴിഞ്ഞെടുക്കുക, അത്ര മാത്രം മതി. ഇനി അടുത്തത് നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ ആപ്പിൾ സൈഡർ വിനീഗറാണ്. അത് ഞാനിതിലേക്ക് ആഡ് ചെയ്യുന്നത് ഒരേ ഒരു ടേബിൾ സ്പൂണാണ്. ഒരു ടേബിൾ സ്പൂൺ നിറച്ചെടുക്കണമെന്നില്ല, ഇതാ ഇത്രയും എടുത്താൽ മതിയാവും. അതുകൂടി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെള്ളത്തിലേക്ക് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുവാണ്. ഇനി നമ്മളിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന 3 സാധനങ്ങൾ: 1 വെള്ളം, 2 ചെറുനാരങ്ങയുടെ നീര്, 3 ആപ്പിൾ സൈഡർ വിനീഗർ. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നതാണ് നമ്മുടെ ഡ്രിങ്ക്. ഇത്രയേ ഉള്ളൂ നമ്മുടെ തടി കുറയ്ക്കാനായിട്ട് ആപ്പിൾ സൈഡർ വിനീഗർ ഉപയോഗിച്ചുണ്ടാകുന്ന ഡ്രിങ്കിൻ്റെ പ്രിപ്പറേഷൻ. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ, അതായത് ഇതിൻ്റെ ടേസ്റ്റ് ഒട്ടും തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കിതിനകത്ത് കുറച്ച് തേൻ ചേർത്ത് കുടിക്കാവുന്നതാണ്. അപ്പോൾ ഒരു പരിധി വരെ ഇതിൻ്റെ ടേസ്റ്റ് മാറ്റാൻ വേണ്ടി പറ്റും. പക്ഷേ അതിൻ്റെ സ്മെല്ല് മാറ്റാനായിട്ട് ഒരു വഴിയില്ല. ചില ആളുകൾക്ക് അതിൻ്റെ സ്മെല്ല് ഇഷ്ടപ്പെടാൻ ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്